ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വൻസ് സഭയുടെ സീനിയർ ശാം സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ പ്രവചനങ്ങൾ എങ്ങനെ പഠിക്കാം എന്നൊരു പുതിയ വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസക്കാലം നമ്മൊരു പുതിയ പാഠം പഠിക്കുന്നു. പ്രവചനം എങ്ങനെ പഠിക്കാം. പൊതുവെ നാം ചിന്തിക്കുമ്പോൾ പ്രവചനത്തെ പല തരത്തിലാണ് മനുഷ്യർ വ്യാഖ്യാനിക്കുന്നത്. പല ക്രിസ്തീയ സഭകളും പ്രവചനത്തെ പല തരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. എങ്കിലും സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭ ഒരു പ്രത്യേക സമീപനമാണ് പ്രവചനം പഠിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ പ്രധാനമായും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സമീപനത്തിലൂടെയാണ് അഡ്വൻറ്റിസ്റ്റ് സഭ പ്രവചനം പഠിക്കുന്നത്. പ്രധാനമായും ആത്മീയ പോരാട്ടത്തിൽ ക്രിസ്തുവും സാത്താനും തമ്മിലുള്ള ആ വൻ പോരാട്ടത്തിൽ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം പ്രവചനം പഠിക്കുന്നത്. വൻ വിവാദത്തിലെ ലെൻസിലൂടെയാണ്, ക്രിസ്തുവും സാത്താനും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ വൻ വിവാദത്തിൻ്റെ ലെൻസിലൂടെയാണ് നാം പ്രവചനം പഠിക്കുന്നത്. പ്രധാനമായും പ്രവചനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രൂപരേഖ എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും രക്ഷയുടെ രൂപരേഖ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്ഷയുടെ താക്കോൽ എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ എല്ലാവരുടെയും രക്ഷയുടെ ആധാരം അല്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ താക്കോല് അടങ്ങിയിരിക്കുന്നത് ദാനിയേൽ 2-ാമത്തെ പ്രവചനമാണ്. ദാനിയേൽ 2-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് 4 ലോക സാമ്രാജ്യങ്ങളെ കാണുവാൻ കഴിയും. നെബൂഖദ്നേസർ രാജാവ് കാണുന്ന സ്വപ്നം അത് 4 ലോക സാമ്രാജ്യങ്ങളെ കാണിക്കുന്നു. 1 ബാബിലോൺ, 2 മേദ്യ പേർഷ്യ, 3 ഗ്രീസ്, 4 റോമ സാമ്രാജ്യം. പക്ഷേ അവിടെ കാണുന്ന ഒരു വലിയ പ്രത്യേകത, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 44-ാം വാക്യം പറയുന്നത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്വനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്ക് മേൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും എന്നിവിടെ പറയുന്നു. അപ്പോൾ നമ്മുടെ രക്ഷയുടെ ആധാരമായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നിത്യരക്ഷയുടെ താക്കോലായിരിക്കുന്ന പ്രവചനം എന്ന് പറയുന്നത് ദാനിയേൽ 2-ാം അധ്യായമാണ്. ഇവിടെ പറയുന്നത് നമ്മുടെ കർത്താവ് എന്നേക്കും നശിച്ചു പോകുന്ന എല്ലാ ലോക സാമ്രാജ്യങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ഒരു നിത്യരാജ്യത്വം സ്ഥാപിക്കും എന്നിവിടെ പറയുന്നു. പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, നാം ഇന്ന് ജീവിക്കുന്നത് 4-ാമത്തെ സാമ്രാജ്യമായ റോമ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഈ ഒരു ക്വാർട്ടർ മുഴുവൻ നാം പ്രവചനം പഠിക്കാൻ പോകുന്നു. പ്രധാനമായും ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണമാണ് പ്രവചനത്തിൻ്റെ ആരംഭം. ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്ന ആദ്യത്തെ ബൈബിൾ പ്രവചനം ഉൽപ്പത്തിയുടെ സൃഷ്ടി വിവരണത്തിലൂടെ പഠിക്കും. 2 കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും കുരിശിനെക്കുറിച്ചും പഠിക്കും. 3 ബാബേൽ ഗോപുരത്തെക്കുറിച്ച് പഠിക്കും. 4 കൂടാര ശുശ്രൂഷ എന്ന പ്രവചനത്തെക്കുറിച്ച് പഠിക്കും. പിന്നെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന പ്രവചനം പഠിക്കും. കൂടാതെ പഴയ നിയമകാലത്തിലെ ചില വിവാഹങ്ങളെക്കുറിച്ച് പഠിക്കും. അങ്ങനെ അനേക പ്രവചനങ്ങൾ ഈ 3 മാസക്കാലം പഠിക്കും. പ്രധാനമായും പ്രവചനങ്ങൾ പലതരം രൂപകങ്ങളാണ്, സാദൃശ്യങ്ങളാണ്, പ്രതീകങ്ങളാണ്. നമ്മുടെ പാഠത്തിൽ തന്നെ അത് പ്രധാനമായും പറയുന്നുണ്ട്, അല്ലേ? പ്രതീകങ്ങൾ, രൂപകങ്ങൾ, സാദൃശ്യങ്ങൾ, ചിഹ്നങ്ങൾ, ഇതൊക്കെയാണ് പ്രവചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലേഖകൻ പ്രത്യേകിച്ച് പറയുന്നത്, പ്രവചനം പഠിക്കുമ്പോൾ വളരെയധികം താഴ്മയും വിനയവും നമുക്കുണ്ടാകണം. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടാൽ മാത്രമേ പ്രവചനത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് പ്രത്യേകിച്ചും ലേഖകൻ ഒരു കാര്യം എടുത്തു പറയുന്നു, പ്രവചനം പഠിക്കുമ്പോൾ നാം വളരെയധികം പ്രാർത്ഥനാപൂർവ്വം മാത്രമേ പ്രവചനം പഠിക്കാൻ പാടുള്ളൂ. അല്ലായെങ്കിൽ വെറുതെ സമയം പാഴാക്കുന്നത് മാത്രമേ ജീവിതത്തിൽ കാണുകയുള്ളൂ എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഒരു 3 മാസക്കാലം ഈ പ്രവചനം പഠിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം പ്രവചനം പഠിക്കുവാൻ 3 മാസം പോരാ. എങ്കിൽ പോലും ദൈവകൃപയിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്ര പഠിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ലേഖകൻ പറയുകയാണ്. നാം ഇന്ന് 1-ാമത്തെ പാഠം ചർച്ച ചെയ്യുന്നു. 1-ാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് പ്രവചനത്തിൻ്റെ ചില തത്വങ്ങൾ. പ്രവചനത്തിൻ്റെ ചില തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഫസി. നാം ഇന്ന് പഠിക്കുന്ന മനപ്പാഠവാക്യം യെരമ്യാവിൻ്റെ പ്രവചനം 9-ാം അധ്യായം
24 വാക്യമാണ് നാം ഇന്ന് പഠിക്കുന്ന മനപ്പാഠ വാക്യം. യെരമ്യാവിൻ്റെ പ്രവചനം 9 അധ്യായം 24 വാക്യം. പക്ഷേ അത് വായിക്കുന്നതിന് മുമ്പായിട്ട് യെരമ്യാവിൻ്റെ പ്രവചനം 9 അധ്യായം 23 വായിച്ചിട്ട് 24 വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകും. 23 പറയുന്നത്, യെരമ്യാവിൻ്റെ പ്രവചനം 9:23, യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. ഇനി നമ്മുടെ മനപ്പാഠവാക്യം പറയുന്നു, പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ, ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. യെരമ്യാവിൻ്റെ പ്രവചനം 9 അധ്യായം 24 വാക്യം പറയുന്നു, പ്രശംസിക്കുന്നവനോ ധനത്തിലോ ജ്ഞാനത്തിലോ ബലത്തിലോ അല്ല പ്രശംസിക്കേണ്ടത്, യഹോവയായ ഞാൻ ഈ ഭൂമിയിൽ ദയയോടെയും ന്യായത്തോടെയും നീതിയോടെയും പ്രവർത്തിക്കുന്നു. യഹോവ മുഖപക്ഷം കൂടാതെ എല്ലാവരോടും ദയയോടും ന്യായത്തോടും നീതിയോടും കൂടി പ്രവർത്തിക്കുന്നു എന്ന് പാപിയായ ഞാൻ നിങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ തന്നെ ദൈവം പ്രശംസിക്കട്ടെ, ഇതിലല്ലോ ദൈവത്തിന് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ ആമുഖത്തിൽ ലേഖകൻ പറയുന്നത്, പ്രവചനം പഠിക്കുന്നത് വെറുതെ സമയം പാഴാക്കലാണെന്നൊരു ചിന്ത അനേക ക്രിസ്ത്യാനികൾക്കുണ്ട്. എന്തിന് പഠിക്കണം? വെറുതെ സമയം പാഴാക്കുന്നതല്ലേ? കാരണം നമുക്കതൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ലല്ലോ, വായിച്ചാൽ മനസ്സിലാകുന്നില്ലല്ലോ. പ്രത്യേകിച്ച് ദാനിയേലിൻ്റെ പ്രവചനം, വെളിപാടിൻ്റെ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ അർത്ഥത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പലരുടെയും ചിന്താഗതി ഇത് പഠിക്കേണ്ട കാര്യമില്ല, വെറുതെ സമയം വേസ്റ്റാകും എന്ന് ചിന്തിക്കുന്നു. ഇനി ചില പാസ്റ്റർമാരും അങ്ങനെ തന്നെ പറയാറുണ്ട്. ചില പാസ്റ്റർമാർ, ക്രിസ്തീയ ഗോളത്തിലെ പല പാസ്റ്റർമാരും പറയുന്നത്, ഈ പ്രവചനം പഠിച്ചു കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങൾക്ക് കാരണമാകും, അതുകൊണ്ട് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ചില ക്രൈസ്തവ ഗോളത്തിലെ പാസ്റ്റർമാർ പറയാറുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. 18-ാം നൂറ്റാണ്ടിൽ ദൈവഭക്തരായ അനേക ക്രിസ്ത്യാനികൾ ഈ പ്രവചനം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വന്റിസ്റ്റ് സഭ തന്നെ രൂപം കൊണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും അനേക ദൈവഭക്തർ ഈ പ്രവചനത്തെ ആത്മാർത്ഥമായി ഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ത്യകാല സഭ അല്ലെങ്കിൽ ശേഷിപ്പ് സഭ ജന്മം കൊണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, 1 കൊരിന്ത്യർ 1 അധ്യായം 10 വാക്യം പറയുന്നു, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. ഇവിടെ പൗലോസ് പറയുന്നത്, പ്രവചനം പഠിക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റി നമുക്കുണ്ടാകണം, ഒന്ന് തന്നെ സംസാരിക്കുകയും ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും തമ്മിൽ യോജിച്ചിരിക്കുകയും വേണം. കാരണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഈ ആഴ്ചയിൽ പ്രവചനത്തിൻ്റെ ചില പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങൾ പഠിക്കുന്നു. ഈ പാഠപഠനത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ്, വായിക്കുന്നവർ മനസ്സിലാക്കട്ടെ. വായിക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഞായറാഴ്ചത്തെ ഭാഗത്ത് പറയുന്നത്, വചനം നാം വായിക്കുമ്പോൾ അത് ഗ്രഹിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാകട്ടെ എന്ന് ലേഖകൻ ഇവിടെ പറയുകയാണ്. ഒരു ഉദാഹരണമായി, അന്തിക്രിസ്തു എന്നൊരു പദപ്രയോഗം വെളിപാട് പ്രവചനത്തിലുണ്ട്. ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് അതൊരു രൂപകമാണ്. ചില വ്യക്തികൾ പറയുന്നത് ഈ അന്തിക്രിസ്തു ഭാവിയിൽ വരുമെന്നാണ്. ചിലർ പറയുന്നത് അത് റോമാ സാമ്രാജ്യത്തിലെ, വിജാതീയരായ റോമാ സാമ്രാജ്യത്തിലെ ആരെയാണത് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അന്തിക്രിസ്തു എന്നൊരു വിഷയത്തെ തന്നെ ക്രൈസ്തവ ഗോളത്തിൽ പല തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? കാരണം നാം വചനം ഗ്രഹിക്കേണ്ട വിധത്തിൽ ഗ്രഹിക്കുന്നില്ല. നാം പല തരത്തിലാണ് ആ വിഷയത്തിൻ്റെ നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇവിടെ ഉദാഹരണമായി പറയുന്നത്, ഒരു പ്രസംഗകൻ ഇങ്ങനെ പ്രസംഗിക്കുകയുണ്ടായി, വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു വയലിൻ പോലെയാണ്. എന്താണ് വയലിൻ്റെ പ്രത്യേകത? വയലിനിൽ നമുക്കിഷ്ടപ്പെട്ട ഏത് രാഗവും വായിക്കാം.
അല്ലേ? ദുഃഖത്തിൻ്റെ ആണെങ്കിൽ ദുഃഖത്തിൻ്റെ വായിക്കാം, സന്തോഷമാണെങ്കിൽ, എക്സൈറ്റ്മെൻ്റ് ആണെങ്കിൽ അത് വായിക്കാം. ഏത് രാഗവും നമുക്കൊരു വയലിലൂടെ വായിക്കുവാൻ കഴിയും. എന്ന് വെച്ചാൽ ബൈബിൾ നാം വായിക്കുമ്പോൾ എങ്ങനെയും ഏത് തരത്തിലും മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുവാൻ കഴിയുമെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വായിക്കുന്നവർ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരിക്കലും വേദപുസ്തകം അങ്ങനെയുള്ള ഒന്നല്ല. വേദപുസ്തകം അങ്ങനെയൊന്നും സൂചിപ്പിക്കുന്നുമില്ല. കാരണം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മെ ക്ഷണിക്കുന്നത് വായിക്കുന്നത് ഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. വചനം വായിക്കുന്നത് ഗ്രഹിക്കണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കുവാനും ഇവിടെ ചില വചനങ്ങൾ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ കർത്താവ് തന്നെ പറഞ്ഞ ഒരു കോണ്ടസ്റ്റാണ് ഈ വായിച്ച വചനം. ദാനിയേൽ പ്രവാചകൻ്റെ വചനങ്ങൾ ഒരിക്കലും പുതിയ നിയമത്തിൽ ഒരിടത്തും അങ്ങനെ പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ ആ പ്രവചനം കർത്താവ് തന്നെ പ്രതിപാദിക്കുകയുണ്ടായി. ആദ്യമായിട്ടാണ് പുതിയ നിയമത്തിൽ ദാനിയേലിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്നത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളണം. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളണം. അവിടെ സംഭവിക്കാൻ പോകുന്നതായ ഓരോ കാര്യങ്ങളെ അവിടെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് നാം വായിക്കുന്നത് നാം തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. കർത്താവ് തന്നെ പറയുകയാണ്, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവാണ് നമ്മുടെ മാതൃക. കർത്താവ് നൽകിയ വചനം നാം ആത്മാർത്ഥമായി പഠിക്കണം, അത് ഗ്രഹിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലേ? വീണ്ടും സങ്കീർത്തനം 25:5, സങ്കീർത്തനം 25:5 പറയുന്നത്, നിൻ്റെ സത്യത്തിൽ തന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിൻ്റെ സത്യത്തിൽ തന്നെ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. അപ്പോൾ പഠിക്കുന്നത് സത്യത്തിൽ തന്നെ പഠിക്കുവാൻ ആഗ്രഹിക്കണം. വ്യാജം പഠിക്കുവാനല്ല ശ്രമിക്കേണ്ടത്. പഠിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ തന്നെ അത് ഗ്രഹിക്കുവാൻ പഠിക്കണം. സങ്കീർത്തനം 109:105, സങ്കീർത്തനം 109:105 എല്ലാവർക്കും അറിയാം, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു, അല്ലേ? വീണ്ടും യെരമ്യാവിൻ്റെ പ്രവചനം 33:3, യെരമ്യാവിൻ്റെ പ്രവചനം 33:3, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രവാചകൻ പറയുകയാണ്, നീ അറിയാത്തതായ അഗോചരവും മഹത്തായമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അതുകൊണ്ട് വിനയവും താഴ്മയും ഉണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ദൈവവചനം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. വിനയവും താഴ്മയും ഉണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവവചനം ഗ്രഹിക്കുവാൻ കഴിയും. ഇവിടെ ലേഖകൻ പറയുന്നത് ബൈബിളിനെ പല തരത്തിലാണ് ചിലർ ചിത്രീകരിക്കുന്നത്. ചിലരതിനെ സർവകലാശാലയിലെ ഒരു സാഹിത്യമായിട്ട് ചിലരതിനെ ചിത്രീകരിക്കാറുണ്ട്. സഭ ശ്രദ്ധിക്കുക, ചിലരതിനെ സർവകലാശാലയിലെ വെറൊരു സാഹിത്യമായിട്ട് ബൈബിളിനെ ചിത്രീകരിക്കാറുണ്ട്. ചിലർ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഈ പുസ്തകം ഉപയോഗിക്കാറുണ്ട്. അനേക പ്രഭാഷണങ്ങൾ നടത്തുവാൻ വേണ്ടി ഈ പുസ്തകം ഉപയോഗിക്കാറുണ്ട്. ഇനി അവിശ്വാസികളുടെ ഇടയിൽ ഒരു പുരാണം വായിക്കുന്നത് പോലെ, അവിശ്വാസികളുടെ ഇടയിൽ ഒരു പുരാണം വായിക്കുന്നത് പോലെ ബൈബിളിനെ വായിക്കാറുണ്ട്. പലപ്പോഴും ഇതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കാതെ ഇഷ്ടമുള്ള തരത്തിൽ കഥകളെ മെനഞ്ഞുകൊണ്ട് അവർ ബൈബിളിനെ വ്യാഖ്യാനിക്കാറുണ്ട്. പല അധ്യാപകരും ഒരു ഹാസ്യ കഥാപാത്രമായി ബൈബിളിനെ അവതരിപ്പിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, വായിക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ഞായറാഴ്ചത്തെ പാഠം പറയുന്നു. വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ഇവിടെ ഒന്നാമത്തെ ദോഷമെന്ന് പറയുന്നത്, നാം വായിക്കുന്നത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ദൈവിക ശബ്ദം നാം തിരിച്ചറിയുന്നില്ല എന്നതാണ്. വായിക്കുന്നത് മനസ്സിലാകുന്നില്ല എങ്കിൽ ദൈവിക ശബ്ദം നാം തിരിച്ചറിയുന്നില്ല. 2, നാം വ്യത്യസ്തമായ നിഗമനങ്ങളിലേക്ക് എത്തും എന്ന് പറയുന്നു. 3, സത്യം നാം പൂർണ്ണമായി മനസ്സിലാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ദൂത് തന്നെ നഷ്ടപ്പെടും. ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്,
എന്ത് ദൂതാണോ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുക, ആ ദൂത് തന്നെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ശരിയായ കാഴ്ചപ്പാടില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ വെറുതെ വായിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ, ദൈവകൃപയിൽ താഴ്മയുടെയും വിനയത്തിൻ്റെയും അനുഭവത്തിലൂടെ മാത്രമേ ബൈബിൾ വായിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ബൈബിൾ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ നിഗമനങ്ങളിലെത്തുകയും അത് ഭാവിയിൽ ദോഷമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിലൊരു ചോദ്യം ചോദിക്കുന്നു. ഒരു വ്യക്തി ഭക്തിയില്ലാതെ ബൈബിൾ വായിക്കുന്നു. അതുകൊണ്ട് ഒരാൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അങ്ങനെ വായിക്കുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ബൈബിളിലെ പഴുതുകളൊന്ന് കാണണം, പഴുതുകൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ വായിക്കുന്നത്. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. ബൈബിൾ വായിച്ചിട്ട് പഴുതുകൾ നോക്കിയാണ് വിമർശിക്കുവാൻ വേണ്ടി. ഇന്നത്തെ യുക്തിവാദികളൊക്കെ പഴുതുകൾ അന്വേഷിക്കുകയാണ് ബൈബിളിലെ. അങ്ങനെ വായിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് ഗ്രഹിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു, വായിക്കുന്നവൻ മനസ്സിലാക്കട്ടെ, അല്ലേ? വായിക്കുന്നവൻ മനസ്സിലാക്കട്ടെ. എങ്കിൽ മാത്രമേ ഈ പ്രവചനം നമുക്ക് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളുവാൻ, നമ്മെ വഴി നടത്തുവാൻ അതിനെ പ്രാപ്തമാകൂ എന്ന് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ച ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് മനസ്സിലാക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മനസ്സിലാക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞായറാഴ്ച പഠിച്ചതിൻ്റെ തുടർച്ചയാണ് തിങ്കളാഴ്ചത്തെ ഭാഗം. ഞായറാഴ്ച പഠിച്ചത് വായിക്കുന്നത് മനസ്സിലാകട്ടെ. പക്ഷേ തിങ്കളാഴ്ച പറയുന്നത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം വായിക്കുന്നത് മനസ്സിലാക്കപ്പെടണം എന്നതാണ്. തിങ്കളാഴ്ച നമ്മൾ പഠിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നാം വായിക്കുന്നത് മനസ്സിലാക്കപ്പെടണം. ആമുഖത്തിൽ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുകയാണ്. നാം ഒരു വിദേശ രാജ്യത്ത് പോകുന്നു എന്ന് സങ്കല്പിക്കുക. വിദേശ രാജ്യത്ത് പോയിട്ടുള്ള അനേകരുണ്ടാകും. അവിടെ പോകുന്നു എന്ന് സങ്കല്പിക്കുക. അവിടെ പോകുമ്പോൾ നാം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഭാഷാ പ്രശ്നമാണ്. ഒരു ആശുപത്രിയിലോ ഒരു ഫാർമസിയിലോ നാം നമ്മുടെ ആവശ്യമായി ചെല്ലുമ്പോൾ നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഭാഷയാണ്. നമുക്ക് നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം പറയണമെന്ന് നമുക്കറിയാം, എങ്കിൽ പോലും അവിടെ തടസ്സം ഒരു ഭാഷ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നു, അല്ലേ? പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയെന്ന് അറിയാം, പക്ഷേ അത് മുഴുപ്പിക്കാൻ നമുക്കറിയുന്നില്ല. ഇത് തന്നെയാണ് ദൈവവുമായി നമുക്കുണ്ടാകുന്ന ആശയവിനിമയത്തിലുള്ള പ്രശ്നം. ദൈവവുമായി നമുക്ക് ആശയവിനിമയം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. കാരണം യെശയ്യാവിൻ്റെ പ്രവചനം 55-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 55:9 പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? നാം ദൈവവുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാത്തതല്ല പ്രശ്നം. സഭ ശ്രദ്ധിക്കുക, ദൈവവുമായി നാം സംസാരിക്കുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടാത്തതല്ല പ്രശ്നം, മറിച്ച് നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം നമുക്ക് ആർക്കും ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യെശയ്യാവ് പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം സർവജ്ഞാനിയാണ്, അല്ലേ? ദൈവത്തിൻ്റെ ജ്ഞാനം അനന്തമാണ്, ഇൻഫിനിറ്റാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ഗ്രഹണശക്തിയെക്കുറിച്ച് ബൈബിളിൽ അനേക വാക്യങ്ങളുണ്ട്. ദൈവത്തിനെല്ലാം ഗ്രഹിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ഗ്രഹണശക്തിയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് 139-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെ. 139-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെ, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുവെയുള്ള സങ്കീർത്തനമാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. വീണ്ടും പറയുന്നു, യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഗ്രഹണശക്തി വളരെ അപാരമാണ്. കാരണം നമ്മെ മുഴുവനായി സ്കാൻ ചെയ്യുന്നതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ ആലോചനകളൊക്കെ ദൈവം അറിയുന്നു, അല്ലേ?
നമ്മുടെ നടപ്പും കിടപ്പും എല്ലാം ശോധന ചെയ്യുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല എന്ന് സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ താഴ്മയോടെ പറയുകയാണ്. വീണ്ടും സങ്കീർത്തനം 147:5 പറയുന്നു. സങ്കീർത്തനം 147:5, നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. അവൻ്റെ വിവേകത്തിന് അന്തമില്ല. വീണ്ടും പൗലോസ് പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 33-ാം വാക്യം. എല്ലാവർക്കും അറിയുന്നൊരു വചനമാണ്. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 33-ാം വാക്യം. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. ഇപ്പോൾ ദൈവത്തിൻ്റെ ധനത്തെക്കുറിച്ചുള്ളത്, ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ അറിവിനെക്കുറിച്ചുള്ള അറിവ്, ആഴമേ, അത് നമുക്ക് ഒരിക്കലും വർണ്ണിക്കുവാൻ കഴിയില്ല. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രേമവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ധനത്തെക്കുറിച്ചോ ജ്ഞാനത്തെക്കുറിച്ചോ അറിവിനെക്കുറിച്ചോ നമുക്കൊരിക്കലും വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. അത് വർണ്ണിക്കുന്നതിനപ്പുറമാണ്, അപ്രേമമാണ്, അല്ലേ? അതുപോലെ ദൈവത്തിൻ്റെ വഴികളെല്ലാം അഗോചരമാകുന്നു എന്നിവിടെ പറയുന്നു, അല്ലേ? ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവത്തെ നമുക്ക് ആർക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. കാരണം ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇന്നത്തെ പാഠം പറയുന്നു, പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് നമ്മുടെ രക്ഷയുടെ ആവശ്യമായ ദൂതെങ്കിലും നാം മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ദൈവത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും പൗലോസ് പറയുന്നു, നമ്മുടെ രക്ഷയുടെ ദൂതെങ്കിലും നാം തിരിച്ചറിയണം. 2 തീമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. 2 തീമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ പൗലോസ് പറയണം, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സഹശിഷ്യനായ തീമോഥെയോസിനോട് പറയുകയാണ്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ എപ്പോൾ അറിഞ്ഞു? നിന്റെ ബാല്യം മുതലേ അറിഞ്ഞതുകൊണ്ട് ആ അറിഞ്ഞ കാര്യം നീ പഠിച്ചും അതിൽ തന്നെ നിശ്ചയം പ്രാപിച്ചും ഉറപ്പിച്ചും ഇരിക്കുന്നതിൽ തന്നെ നിലനിൽക്കാം. അതുകൊണ്ട് പഴയ അപ്പോസ്തലന്മാർ, പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ സുവിശേഷത്തെ വളരെ വ്യക്തമായി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. സുവിശേഷത്തെ വളരെ വ്യക്തമായി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. അനേക പ്രവചനങ്ങൾ, രഹസ്യമായിരുന്ന അനേക പ്രവചനങ്ങൾ പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവിടെയെല്ലാം കാണുന്ന കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ സുവിശേഷം പ്രവചനങ്ങളിലൂടെ വിവരിച്ചപ്പോൾ അതിൽ കാണുന്ന കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടെ കർത്താവിനെക്കുറിച്ച് പ്രവചനത്തിൽ പറയുന്നത് കർത്താവ് നമ്മുടെ സൃഷ്ടാവാണ്. ആ കർത്താവ് സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു, അല്ലേ? അത്രമാത്രം കർത്താവ് നമ്മെ സ്നേഹിച്ചു. ഈ ഒരു അറിവ്, ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അത് പ്രവചനത്തിലൂടെ മാത്രമേ പഠിക്കുവാൻ കഴിയും. അതുകൊണ്ട് ലേഖകൻ പറയുകയാണ്, കർത്താവ് സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിൽ താണിറങ്ങി നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ രക്ഷയുടെ ആധാരത്തിന് വേണ്ടി. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ്, കർത്താവ് എനിക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നൊരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് പ്രവചനത്തിലൂടെ മാത്രമാണ്, അല്ലേ? ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, അല്ലേ? അവസാനത്തെ ആ ഒരാഴ്ചവട്ടം ഒരു ശിശു ജനിക്കുമെന്നും പിന്നീട് ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്നും ഒക്കെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ഇവിടെ പ്രവചനത്തിൽ അത് നമ്മെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നു. ഈ പ്രവചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന രക്ഷയെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് എൻ്റെ കർത്താവിനെ നല്ല രീതിയിൽ പ്രവചനത്തിലൂടെ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് തിങ്കളാഴ്ചത്തെ പഠന വിഷയം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ്, ദാനിയേൽ ഈ വചനങ്ങളെ അടയ്ക്കുക.
ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദാനിയേൽ ഈ വചനങ്ങളെ അടയ്ക്കുക. ഞാൻ ഞായറാഴ്ച പഠിച്ചപ്പോൾ വായിക്കുന്നവർ മനസ്സിലാക്കട്ടെ, വചനങ്ങൾ വായിക്കുന്നവർ മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നു. ഇനി വായിക്കുന്ന വചനങ്ങളൊക്കെ മനസ്സിലാക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് പറയുന്നത് വചനങ്ങളെ മുദ്ര വയ്ക്കുക അല്ലെങ്കിൽ അടച്ചു കളക. ദാനിയേലിനോട് ദൈവം പറയുകയാണ് വചനങ്ങളെ അടയ്ക്കുക. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 4-ാം വാക്യമാണ് പ്രതിപാദ്യ വിഷയം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 4-ാം വാക്യം. നീയോ ദാനിയേൽ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12:4 പറയും, നീയോ ദാനിയേലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് എന്ത് ചെയ്യുക? സീൽ ചെയ്യുക, മുദ്രയിടുക. കാരണം പലരും അന്ത്യകാലത്ത് ഈ വചനങ്ങളെ പരിശോധിക്കുകയും അവരുടെ ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അല്ലേ? അപ്പം അതിൻ്റെ ആരംഭമായിട്ട് ഈ ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും ഇത്രമാത്രം വളർച്ചയിൽ ഇന്ന് അനേകം പേര് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നതായിട്ട് ഇവിടെ തിരിച്ചറിയുന്നു. അല്ലേ? ഇവിടെ ദാനിയേലിനോട് പറയുന്നു വചനങ്ങളെ അടയ്ക്കുക. അല്ലേ? മറിച്ച് വെളിപാട് പ്രവചനം വായിക്കുമ്പോൾ 22-ാം അധ്യായം 10-ാം വാക്യം, വെളിപാട് പ്രവചനം 22-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. രണ്ട് തരത്തിലാണ് ഈ പ്രവചനത്തെ കാണുന്നത്. ദാനിയേലിനോട് പറയുന്നത് പുസ്തകം അടയ്ക്കുക അല്ലെങ്കിൽ പ്രവചനത്തെ മുദ്രയിടുക. മറിച്ച് വെളിപാട് പ്രവചനത്തിൽ പത്മോസിലെ യോഹന്നാനോട് പറയുന്നത് സമയം അടുത്തിരിക്കുകയാണ്. സമയം അടുത്തിരിക്കുകയായതുകൊണ്ട് ഒരിക്കലും ഈ പുസ്തകത്തിന് അല്ലെങ്കിൽ ഈ പ്രവചനത്തിന് മുദ്രയിടരുത്. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അന്ത്യകാലത്തേക്കുള്ളത് കൊണ്ട് ഇപ്പോൾ സമയമായില്ല, അത് അന്ത്യകാലത്തേക്കുള്ളത് കൊണ്ട് അന്ന് ദാനിയേലിനോട് പറയുകയാണ് പുസ്തകത്തെ മുദ്രയിടുക. മറിച്ച് പത്മോസിലെ യോഹന്നാനോട് പറയുകയാണ് സമയം അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഈ പുസ്തകത്തിലെ പ്രവചനം എന്ത് ചെയ്യരുത്? മുദ്രയിടരുത്. അല്ലേ? ഇവിടെ നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ന് അനേകർ ദാനിയേലിൻ്റെ പ്രവചനം വളരെ ആത്മാർത്ഥമായി പഠിക്കുന്നു. പ്രത്യേകിച്ചും 1260 വർഷത്തിൻ്റെ പ്രവചനം അല്ലെങ്കിൽ 42 മാസത്തിൻ്റെ പ്രവചനം. 1260 വർഷത്തിൻ്റെ പ്രവചനം അഡ്വന്റിസ്റ്റുകാർക്ക് അറിയാം, അല്ലെങ്കിൽ 42 മാസം അല്ലെങ്കിൽ 3.5 വർഷക്കാലത്തിൻ്റെ പ്രവചനം എല്ലാവർക്കും അറിയാം. അത് 1798 അത് അവസാനിക്കുന്നത്. അപ്പോൾ 1798 അത് അവസാനിക്കുന്നു. അതിനുശേഷം ആഗോള വ്യാപകമായി അനേക സുവിശേഷകർ എന്തോ ഒരു വലിയ സംഭവം 1843 സംഭവിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ 1798 ശേഷം ഇവിടെ 1260 വർഷത്തിലെ പ്രവചനത്തിന് ശേഷം അന്നത്തെ പ്രസംഗകർ, സുവിശേഷ പ്രസംഗകർ 1843 എന്തോ വലിയൊരു സംഭവം, ഗംഭീര സംഭവം ഈ ലോകത്ത് നടക്കുവാൻ പോകുന്നു എന്നൊരു നിഗമനത്തിലെത്തി. ഇതിലേറ്റവും ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ അഡ്വൻറ്റ് മെസ്സേജ് ലോകത്തോട് പറഞ്ഞതായ വില്യം മില്ലറിൻ്റെ പ്രസംഗമാണ് ഏറ്റവും അധികം ലോകം ശ്രദ്ധിച്ചത്. ഇവിടെ വില്യം മില്ലറിൻ്റെ ഈ പ്രസംഗമാണ് അഡ്വന്റിസ്റ്റ് സഭയുടെ അല്ലെങ്കിൽ അഡ്വന്റിസ്റ്റ് പ്രസ്ഥാനത്തിന് ജന്മം നൽകിയതായ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വില്യം മില്ലർ ഈ അഡ്വന്റിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടുന്നതിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് അദ്ദേഹം ആമുഖമായിട്ട് ചിത്രീകരിച്ചത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 8:14 പറയുന്നത്, അതിനവൻ എന്നോട് 2300 സന്ധിയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടും. അതിനവൻ എന്നോട് 2300 സന്ധി ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പോൾ ഈ ഒരു പ്രവചനം വില്യം മില്ലറും കൂട്ടരും പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഇന്ന് ലോകമെല്ലായിടവും ഈ അഡ്വന്റിസ്റ്റ് പ്രസ്ഥാനം വ്യാപിച്ചിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ ഈ സഭയുടെ വരവോടുകൂടി അത് പുതിയ ഉണർവിനും പുതിയ ജ്ഞാനത്തിനും തുടക്കമായി എന്നറിഞ്ഞിരിക്കുക. കാരണം ക്രിസ്തീയ ലോകത്തിൽ ഇന്നും അന്നും നിലനിന്നിരുന്നതായ അന്ധകാരത്തെക്കുറിച്ചും പ്രത്യേകിച്ചും 7-ാം ദിന ശബദിനെ അവഗണിച്ചതിനെക്കുറിച്ചും കൂടാതെ മരണം കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വേറൊരു അസ്തിത്വത്തിലേക്ക് മാറുമെന്നുള്ള തെറ്റായ വ്യാജമായ പഠിപ്പീരുകൾക്കെതിരെയെല്ലാം
അഡ്വന്റിസ്റ്റ് പ്രസ്ഥാനം എതിർക്കുകയും അതിനു പകരം ദൈവമക്കൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു പുതിയ ദർശനം നൽകുന്നതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ദാനിയേലിനോട് പറയുകയാണ്, അന്ത്യകാലമാകുമ്പോൾ എന്തു ചെയ്യും? മനുഷ്യർ ഇത് പരിശോധിക്കുകയും അതിലൂടെ ജ്ഞാനം പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:9 പറയുന്നു, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. അല്ലേ? അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. അതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8:26 സന്ധികളെയും ഉഷസ്സുകളെയും കുറിച്ചുള്ള പറഞ്ഞിരിക്കുന്ന പ്രവചനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വയ്ക്കുക. അപ്പോൾ എന്താ സംഭവിച്ചത്? 19-ാം നൂറ്റാണ്ടിൽ ദൈവഭക്തരായ സുവിശേഷകർ, പ്രത്യേകിച്ചും വില്യം മില്ലറും കൂട്ടരും ഈ 2300 സന്ധ്യ ഉഷസ്സും എന്ന് പറയുന്ന പ്രവചനം പഠിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 1843 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് അതിലൂടെ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു പുതിയ പ്രസ്ഥാനം, അഡ്വന്റിസ്റ്റ് പ്രസ്ഥാനം തന്നെ രൂപപ്പെടുന്നതായിട്ട് ഇവിടെ പറയുന്നു. അതിൻ്റെ ഭാഗമായി അഡ്വന്റിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ലോകത്ത് എല്ലായിടവും വ്യാപിക്കുകയും അന്ധകാരത്തിൽ നിറഞ്ഞതായ ക്രിസ്തീയ സഭകളെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ അനേകരെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നു എന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് അന്ത്യകാലത്തേക്കുള്ളതായ ഒരു പ്രവചനമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം. അത് ഈ കാലത്ത് ഏറ്റവും ആവശ്യമാണ്. അന്ത്യകാലത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ പ്രവചനത്തിൻ്റെ രൂപരേഖ, പ്രത്യേകിച്ചും 2-ാം അധ്യായത്തിൽ പറയുന്ന, ദാനിയേൽ 2-ൽ പറയുന്ന രൂപരേഖ നമുക്ക് ഏറ്റവും പ്രയോജനമാണ് എന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് വചനം പഠിക്കുന്നു. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് വചനം പഠിക്കുന്നു. ആമുഖത്തിൽ ലേഖകൻ പറയുന്നത് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ബൈബിൾ പ്രവചനം പഠിക്കുന്ന കാര്യത്തിൽ വില്യം മില്ലറിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം 2300 സന്ധ്യ ഉഷസ്സും എന്ന് പറയുന്ന പ്രവചനം നമുക്ക് മനസ്സിലാക്കി തരുവാൻ ആ കൂട്ടർ അല്ലെങ്കിൽ വില്യം മില്ലറിൻ്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ ആ സുവിശേഷകർ കാണിച്ചതായ ആത്മാർത്ഥത കൊണ്ടാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ രൂപം കൊണ്ടത് എന്ന് ലേഖകൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അല്ലേ? വചനം ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. മറ്റുള്ളവർ ഏതൊക്കെ തരത്തിൽ മാറ്റുവാൻ ശ്രമിച്ചാലും ദൈവവചനം ശാശ്വതമാണ്. അതൊരിക്കലും ആർക്കും മാറ്റുവാൻ കഴിയുന്നതല്ല. വീണ്ടും 2 തീമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 15 മുതൽ 17 വരെ, 2 തീമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 15 മുതൽ 17 വരെ, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്. അല്ലേ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യർ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളവൻ ആകുന്നു എന്ന് തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. അല്ലേ? വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ക്രിസ്തുവിനെക്കുറിച്ചുള്ളത് മോശ തുടങ്ങി എന്ന് വെച്ചാൽ മോശയാണ് നമുക്കറിയാം ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ആദ്യത്തെ 5 പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് മോശയാണ്. അല്ലേ? അപ്പോൾ ആ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ തന്നെ മോശ ആരെ ചിത്രീകരിക്കുന്നു? അനേക വർഷങ്ങൾക്ക് ശേഷം ജനിക്കുവാനിരിക്കുന്ന അല്ലെങ്കിൽ 4000 വർഷങ്ങൾക്ക് ശേഷം ജനിക്കുവാനിരിക്കുന്ന കർത്താവിനെ, മശിഹായെ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് വചനം നാം എപ്രകാരം പഠിക്കണം, പ്രത്യേകിച്ചും പ്രവചനം നാം എപ്രകാരം പഠിക്കണം. പ്രവചനം പഠിക്കുമ്പോൾ വളരെ നാം ശ്രദ്ധിക്കണം. ഇവിടെ ലേഖകൻ പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നാം പലരും ബൈബിൾ പഠിക്കുന്നത് ഒരു വലിയ ജിക്സോ പസിൽ നമ്മൾ കളിക്കും പോലെയാണ്. പസിൽ എല്ലാവരും കളിച്ചിട്ടുണ്ടാവും.
അപ്പോൾ ഈ ജിക്സോ പസിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കഷ്ണങ്ങൾ നമ്മൾ ഒന്നിച്ച് ചേർക്കുമ്പോൾ ഓരോ ചിത്രങ്ങൾ നമുക്കതിലൂടെ കാണാൻ കഴിയും, അല്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേർക്കുമ്പോൾ ഓരോ ചിത്രങ്ങൾ കാണാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ 2-3 കഷ്ണങ്ങൾ വെച്ച് ചേർത്താൽ ഒരുപക്ഷെ ഒരു കുതിരയെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊരു നിഗമനത്തിലെത്തും, ഇത് ചെയ്യുമ്പോൾ കുതിരയാണ് നമ്മൾ കാണുന്നത്, അപ്പോൾ കുതിരയാണ് ഇവിടുത്തെ പ്രധാന വിഷയമെന്ന് ചിന്തിക്കും. വീണ്ടും കുറച്ച് കഷ്ണങ്ങൾ കൂടുതലെടുത്ത് നാം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു കോഴി കുഞ്ഞിനെയോ ഒരു പശുവിനെയൊക്കെ കാണാൻ കഴിയും. ലേഖകൻ പറയുന്നത് 100-ലധികം കഷ്ണങ്ങളെടുത്ത് നമ്മൾ പസില് നമ്മൾ യോജിപ്പിക്കാൻ ശ്രമിച്ചാൽ പലതരത്തിലുള്ള ചിത്രങ്ങൾ കാണാൻ കഴിയും. പ്രകൃതി ഭംഗി കാണാം, മലനിരകൾ കാണാം, അല്ലേ? ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം കാണാം, പല തരത്തിൽ കൃഷിഭൂമിയും പല ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ ലേഖകൻ പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാഴ്ചപ്പാടുകൾ നമ്മൾ തീരുമാനിക്കാതെ മൊത്തത്തിൽ നല്ലൊരു പിക്ചർ കാണുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. കാരണം 1-2 കഷ്ണം വെച്ചിട്ട് ഇങ്ങനെയാണ് എന്ന് നാം ബൈബിളിനെ വ്യാഖ്യാനിച്ചാൽ അത് വലിയ ദോഷത്തിലേക്ക് എത്തും. കാരണം 1-2 കഷ്ണങ്ങൾ മാത്രം വെച്ചപ്പോൾ നമ്മൾ ആദ്യം കുതിരയാണ് കണ്ടത്, വീണ്ടും കുറച്ച് കഷ്ണങ്ങളോട് വെച്ചപ്പോൾ കോഴിക്കുഞ്ഞിനെയും പശുവിനെയൊക്കെ കണ്ടു. പക്ഷേ 100-ലധികം കഷ്ണങ്ങൾ നാം ഒരുമിച്ച് ചേർത്തപ്പോൾ നാം വലിയൊരു ചിത്രത്തെ കാണുകയാണ്. അവിടെ പ്രകൃതി ഭംഗി കാണുന്നു, കൃഷിഭൂമി കാണുന്നു, മലനിര കാണുന്നു, ഒരു പട്ടണത്തെ തന്നെ കാണുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ തെറ്റിപ്പോകുവാൻ ഭയങ്കര സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഗിദെയോൻ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ, ഗിദെയോൻ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളാണ് നമ്മൾ പലപ്പോഴും എടുക്കുന്നത്. അതൊക്കെ വായിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ചിലർ ആ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമേ പഠിക്കൂ, വേറെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. അത് വലിയ ദോഷത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. അതുകൊണ്ട് ഇന്നത്തെ ലേഖകൻ നമ്മോട് പറയുന്നത് മുഴുവനായി നമുക്ക് പഠിക്കുവാൻ കഴിയട്ടെ, മുഴുവനായി നമുക്ക് പഠിക്കുവാൻ കഴിയട്ടെ. ഒരു ഒറ്റപ്പെട്ട വാക്യം എടുത്ത് ഉയർത്തി ഇതാണ് ഇന്ന സംഭവം, ഇതാണ് ഇന്ന നിഗമനം എന്ന് നാം ഒരിക്കലും എത്തിച്ചേരുവാൻ പാടില്ല. പലപ്പോഴും പല പ്രസംഗകർ പ്രസംഗിക്കുന്നത് ബൈബിളിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട വാക്യം എടുത്തിട്ട് ഇതാണ് സത്യം, ഇതാണ് ഉയർത്തി, ഇങ്ങനെയൊക്കെയാണ് നിഗമനത്തിലെത്തുന്നതെന്ന് പലരും വ്യാഖ്യാനിക്കാറുണ്ട്. അത് പലപ്പോഴും തെറ്റായ രീതിയിൽ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിൽ എത്തിച്ചേരും. അതുകൊണ്ട് ലേഖകൻ പ്രത്യേകിച്ച് പറയുന്നത് പ്രത്യേക വാക്യങ്ങൾ തിരഞ്ഞെടുക്കാതെ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ട് നാം ഒരു നിഗമനത്തിലെത്തണം. അതിന് പകരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാക്യങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ അനുമാനത്തിലേക്ക് എത്തിയാൽ അത് പ്രവചനം പഠിക്കുന്നത് രീതിയിൽ തന്നെ ദോഷമായി ബാധിക്കും. അതുകൊണ്ട് വചനം ആത്മാർത്ഥമായി പഠിക്കുക. വചനം ഒരു ഫുൾ സ്ക്രീനിൽ കാണത്തക്ക വിധത്തിൽ വചനം പഠിക്കുക. അവിടെ 2-3 കഷ്ണങ്ങൾ പസിൽ വെച്ച് കളിക്കുന്നതിന് പകരം ഇഷ്ടംപോലെ കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു വ്യക്തമായ ഒരു ചിത്രം, ഒരു കാഴ്ചപ്പാട് ഒരു ദൈവമക്കൾക്ക് ലഭിക്കും. അതുകൊണ്ട് വചനം നേരായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പ്രവചനത്തിൻ്റെ ആത്മീയ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് ആലങ്കാരികമാണോ അതോ അക്ഷരാർത്ഥമാണോ? വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് ആലങ്കാരികമാണോ അതോ അക്ഷരാർത്ഥമാണോ? വ്യാഴാഴ്ച നാം പഠിക്കുമ്പോൾ ലേഖകൻ പറയുന്നത് പ്രത്യേകിച്ചും പ്രവചനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ബൈബിളിലെ ഭാഷ അക്ഷരാർത്ഥത്തിലാണോ അതോ ആലങ്കാരികമായിട്ടാണോ പ്രയോഗിച്ചിരിക്കുന്നത്? വാക്കുകൾ ശ്രദ്ധിക്കുക. ബൈബിളിലെ പ്രവചനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമ്പോൾ അവർ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം, ബൈബിളിലെ ഭാഷ ഏത് വിധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അത് അക്ഷരാർത്ഥത്തിലാണോ അതോ ആലങ്കാരികമായിട്ടാണോ? അതെങ്ങനെയാണ് തീരുമാനിക്കേണ്ടതെന്ന് ആദ്യം നാം അറിഞ്ഞിരിക്കണം. 2, ബൈബിളിൽ ലേഖകൻ ഉപയോഗിക്കുന്ന ഭാഷ അത് ദൃഷ്ടാന്തമായി ഉപയോഗിക്കുന്ന ഭാഷയാണോ അതോ ചിഹ്നങ്ങളിലൂടെയാണോ അത് കാണിക്കുന്നത്? ബൈബിളിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ ഓരോ ദൃഷ്ടാന്തങ്ങളാണോ, സിമ്പിൾസ് ആണോ അതോ ചിഹ്നങ്ങളാണോ എന്ന് നാം തിരിച്ചറിയണം. എങ്ങനെ ഇത് കണ്ടുപിടിക്കുവാൻ കഴിയും?
ഈ ദൃഷ്ടാന്തങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞു സൂചകങ്ങൾ, പ്രതീകങ്ങൾ, അല്ലേ, സാദൃശ്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും? അതിനൊരു എളുപ്പ വഴി ഇവിടെ പറയുന്നത് ബൈബിൾ മുഴുവനായി പഠിക്കുക. ബൈബിൾ മുഴുവനായി പഠിച്ചാൽ ആ ചിഹ്നം എങ്ങനെയാണ് മറ്റിടത്ത് ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം ഒരു ചിഹ്നത്തിന് ഒരർത്ഥമേ കാണത്തുള്ളൂ, ഒരു സിമ്പിളിന് ഒരർത്ഥമേ കാണൂ. അത് ബൈബിളിലുടനീളം ആ ഒരു അർത്ഥമായിരിക്കും. അതുകൊണ്ട് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും? അതിനുള്ള എളുപ്പ വഴി ബൈബിൾ മുഴുവനായി മനസ്സിലാക്കുക. എങ്കിൽ തീർച്ചയായും ഓരോ ചിഹ്നങ്ങളും പ്രതീകങ്ങളും സാദൃശ്യങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ ഉദാഹരണമായി ദാനിയേൽ പ്രവാചകൻ്റെ 7-ാം അധ്യായം വായിക്കുമ്പോൾ കരടി എന്നൊരു മൃഗത്തെ അവിടെ പ്രതിപാദിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിലെ 7-ാം അധ്യായത്തിൽ കരടി എന്നൊരു മൃഗത്തെ അവിടെ പ്രതിപാദിക്കുന്നു. പക്ഷേ ഇന്നത്തെ ആധുനികത്തിൽ ഇന്നത്തെ കുട്ടികളത് പഠിക്കുകയാണെങ്കിൽ കരടി ആകുമ്പോൾ അത് റഷ്യയെ സൂചിപ്പിക്കുകയാണ്. കാരണം റഷ്യയുടെ ചിത്രത്തിൽ അവിടെ രാജ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ് കരടി. അപ്പോൾ അത് റഷ്യയെ സൂചിപ്പിക്കുന്നു. ഇവിടെ പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ തലമുറ കരടിയെ കാണുമ്പോൾ അത് റഷ്യയെ സൂചിപ്പിക്കുക. അങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് തെറ്റായ രീതിയിൽ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിന് കാരണമായി തീരും. കാരണം അതൊരിക്കലും സുരക്ഷിതമായ ഒരു മാർഗമല്ല. അതുകൊണ്ട് പ്രവചനം പഠിക്കുമ്പോൾ ചില ചിഹ്നങ്ങൾ അതെന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ബൈബിൾ പഠിക്കുന്ന അഡ്വന്റിസ്റ്റുകാർക്ക് വ്യക്തമായിട്ട് അറിയാം, ചില ചിഹ്നങ്ങൾ കാണുമ്പോൾ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ചില വ്യക്തികൾക്കറിയാം. അഡ്വന്റിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് അറിയാം. കാരണം ഇവിടെ പ്രധാനമായും പ്രവചനം പഠിക്കുമ്പോൾ മൃഗത്തിൻ്റെ കൊമ്പ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ശക്തിയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയാണ് അത് പ്രദാനം ചെയ്യുന്നത്. വാക്കുകൾ ശ്രദ്ധിക്കുക. കൊമ്പ് എന്ന് പറയുമ്പോൾ പ്രവചനത്തിൽ ഒരു രാഷ്ട്രീയ ശക്തിയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. കൂടാതെ വാള് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് 4:12, എബ്രായ ലേഖനം 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായു തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. അല്ലേ? അപ്പോൾ വാളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ സൂചിപ്പിക്കുന്നു. ഇനി സ്ത്രീ വിശുദ്ധ സഭയെ സൂചിപ്പിക്കുന്നു. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, 2 സ്ത്രീകൾ വെളിപാട് പ്രവചനത്തിലുണ്ട്, അല്ലേ? ഒരു വേശ്യാസ്ത്രീയെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ വെളിപാട് പ്രവചനം 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ വിശുദ്ധ സഭയെ പ്രതിദാനം ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഈ സിമ്പിൾസ് അല്ലെങ്കിൽ ഈ അടയാളങ്ങൾ കാണുമ്പോൾ പ്രവചനത്തിൽ ഇന്ന കാര്യങ്ങളാണ് എന്ന് പ്രവചനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും തിരിച്ചറിയണം. കാരണം പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണമെന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ പ്രതീകങ്ങളുടെയും ഓരോ സിമ്പിൾസിൻ്റെയും അർത്ഥം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വ്യാഴാഴ്ചത്തെ പാഠം പറയുന്നത് പ്രവചനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിലുപയോഗിച്ചിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, ചിഹ്നങ്ങൾ, സിമ്പിൾസ് ഇതൊക്കെ കാണുമ്പോൾ എന്താണത് സൂചിപ്പിക്കുന്നതെന്ന് ബൈബിൾ ഉടനീളം വായിച്ച് മനസ്സിലാക്കുവാൻ വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വെള്ളിയാഴ്ച ലേഖകൻ പറയുന്നത് അനേക ശുശ്രൂഷകന്മാരും അനേക ജനങ്ങളും വെളിപാട് പ്രവചനവും ദാനിയേൽ പ്രവചനത്തിൻ്റെ നിഗൂഢതകൾ മനസ്സിലാക്കുവാൻ കഴിയാതെ ഇന്നും ഇരുട്ടിലായിരിക്കുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് യേശു തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞൊരു വചനമുണ്ട്, വായിക്കുന്നവൻ മനസ്സിലാക്കട്ടെ, അല്ലേ? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? മനസ്സിലാക്കട്ടെ, അല്ലേ? അതുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അന്ത്യകാലത്തേക്കുള്ളതും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്കുള്ളതും മറിച്ച് വെളിപാടിൻ്റെ പ്രവചനം സമയം അടുത്തിരിക്കിയാൽ ഇപ്പോൾ തന്നെ അത് വായിക്കുവാനും നമ്മോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ 2 പ്രവചനങ്ങളും പഠിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. നേരെ മറിച്ച് ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച് മനുഷ്യൻ സംസാരിച്ചതാണ് പ്രവചനങ്ങൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരിക്കലും പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. നമ്മുടെ രക്ഷയുടെ ആധാരം പ്രവചനങ്ങളാണ്. ഇന്നത്തെ പാഠത്തിൽ പ്രത്യേകിച്ച് പറയുണ്ടായി, നമ്മുടെ രക്ഷയുടെ താക്കോല് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായമാണ്. അവിടെ 4 ലോക സാമ്രാജ്യങ്ങളെയും എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട്
എന്നേക്കും നിലനിൽക്കുന്ന നിത്യരാജ്യത്വം നമ്മുടെ കർത്താവ് സ്ഥാപിക്കും. അതുകൊണ്ട് ഇന്നത്തെ പാഠം മനപ്പാഠവാക്യം നമ്മോട് പറയുന്നത്, പ്രശംസിക്കുന്നവൻ ജ്ഞാനത്തിലല്ല പ്രശംസിക്കേണ്ടത്, ബലത്തിലല്ല പ്രശംസിക്കേണ്ടത്, ധനത്തിലുമല്ല, മറിച്ച് പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് താഴ്മയോടും വിനയത്തോടും കൂടി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അത് പ്രാപിപ്പാൻ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പാഠം ശ്രദ്ധിച്ചതായ എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഈ പാഠം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഒരു വഴികാട്ടിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ പാഠങ്ങൾ പഠിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ക്വാർട്ടറിൽ പ്രവചനങ്ങൾ എങ്ങനെ പഠിക്കാം എന്നൊരു വലിയ വിഷയത്തെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായി സ്തോത്രം. അന്ത്യകാലത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ പിതാവേ, പ്രവചനങ്ങൾ ഞങ്ങളുടെ വഴികാട്ടിയാണെന്നും ഞങ്ങളുടെ രക്ഷയുടെ താക്കോലാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പഠിച്ചതിൽ ഉറച്ചു നിൽപ്പാൻ, നിശ്ചയം പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും പ്രവചനത്തെ തുച്ഛീകരിക്കാതെ യഥാർത്ഥ അർത്ഥത്തിൽ ഗ്രഹിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നല്ല ദാനവും ജ്ഞാനവും ദൈവകൃപയും എല്ലാ ദൈവമക്കൾക്കും അടിയനും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും വേദനിക്കുന്നവർ, ഭാരപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർ അനേകരുണ്ട്. വചനം കേട്ട് ആശ്വാസം പ്രാപിപ്പാൻ അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനുപരിയായി അങ്ങ് മേഘാടനായി കടന്നു വരുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ എതിരേൽക്കുന്ന ഒരു കൂട്ടത്തിൽ ഞങ്ങളും കാണപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ. ആമേൻ.